മഴയുടെ കവാടത്തിൽ മേഘങ്ങൾ കൂടുകൂട്ടി തുടങ്ങി. ഇനി പെയ്യുകയേ വേണ്ടൂ. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് മലമ്പുഴ ഡാമിൻ്റെ മുമ്പിലാണ്. ഇവിടെ നിന്ന് വലത്തോട്ട് പോയാൽ കവയിലേക്കുള്ള റൂട്ടായി, ഇടത്തോട്ട് പോയാൽ തെക്കേ മലമ്പുഴ എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് പോവാം. തെക്കേ മലമ്പുഴ എന്ന് പറയുന്നതും ഈ മലമ്പുഴ ഡാമിൻ്റെ റിസർവോയറിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ ഒരുപാട് ഹോട്ടലുകളും റിസോർട്ടുകളും ഹോം സ്റ്റേകളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇതുവഴി പോകുമ്പോൾ മലമ്പുഴയുടെ മറ്റൊരു സൗന്ദര്യമാണ് നമുക്ക് അറിയാൻ കഴിയുക. തിരിച്ച് നമ്മൾ മലമ്പുഴ ഡാമിൻ്റെ ഗേറ്റിൽ തന്നെ എത്തി. അവിടെ നിന്ന് ആനക്കൽ റൂട്ടിലേക്ക് നമുക്ക് പോകേണ്ടത്. അവിടെയാണ് കവ എന്ന് പറയുന്ന ഐലൻഡ്. ഈ കവ എന്ന് പറയുന്നത് മലമ്പുഴ ഡാമിന്റെ ഒരു റിസർവോയർ പ്രദേശമാണ്. കവയിലേക്കുള്ള യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കുറച്ചങ്ങ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റിന്റെ ഒരു ചെറിയ ഏരിയ കഴിഞ്ഞാൽ പിന്നെ ജനവാസ മേഖലയായി വീണ്ടും ഫോറസ്റ്റായി. ഇവിടെ നമ്മൾ വന്യമൃഗങ്ങളെ ഒന്നും അങ്ങനെ കാണുന്നില്ലെങ്കിലും ഇവിടെ ആനയും പുലിയും കരടിയൊക്കെ ഉണ്ട് എന്നുള്ളത് ഇവിടുത്തെ പ്രദേശവാസികൾ നമ്മളോട് പറയുന്നുണ്ട്. പശ്ചിമഘട്ട മലനിരകളാൽ ചുറ്റപ്പെട്ട് അതിൻ്റെ താഴ്വാരത്ത് നിൽക്കുന്ന ഈ ഒരു റിസർവോയർ പ്രദേശം, ഇതാണ് ഇതിൻ്റെ ഒരു ഭംഗി. ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് ഈ മലമ്പുഴ ഡാമിൻ്റെ റിസർവോയറിൽ നിവർന്ന് നിൽക്കുന്ന ഈ കരിമ്പനകളാണ്. കേരളത്തിൽ ആദ്യം മഴയെത്തുന്ന കവയിലാന്ന് പറയാ. ദ ഗേറ്റ് വേ ഓഫ് റെയിൻ എന്നൊക്കെയാണ് കവയെ വിശേഷിപ്പിക്കാറ്. കാരണം ചുറ്റും മലകളാണ്, അതുകൊണ്ട് തന്നെ മേഘങ്ങൾ തങ്ങി നിൽക്കും. അങ്ങനെ കുടം പോലെ മുകളിൽ നമുക്ക് മേഘങ്ങൾ നിൽക്കുന്നത് കാണാം. ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണുന്ന ഒരുപാട് പക്ഷികളാണ്. ഒരുപാട് മയിലുകളെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ വിവിധ തരം ചിത്രശലഭങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ കാഴ്ച കണ്ട് തിരിച്ചു പോകുമ്പോഴേക്കും നേരെ സന്ധ്യയായി. കവയിൽ മഴ പെയ്യുന്നത് കാണാനാണ് ഏറ്റവും ഭംഗി. പക്ഷേ ആ മഴ പകൽ സമയത്ത് പകൽ വെളിച്ചത്തിൽ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുന്നത്. സമയം ഇരുട്ടാവാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഈ മഴയ്ക്ക് വേണ്ടി നമ്മൾ കാത്തു നിൽക്കുന്നില്ല. നമ്മൾ കവയോട് യാത്ര പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ പാലക്കാടിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്ന ഈ കവ ഐലൻഡിലേക്ക് മലമ്പുഴ പാലക്കാട് ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സന്ദർശിച്ചിട്ട് പോവുക. ഒരു റൈഡ് നടത്തി തിരിച്ചു പോയാൽ തന്നെ നമുക്ക് വേറൊരു മൂഡായിരിക്കും നമ്മുടെ മനസ്സിന്. അത്ര പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ് കവ.